ഇപ്പോൾ കുറേ കൺട്രീസിലേക്ക് നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഐ എം ടോക്കിംഗ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ജർമ്മനി, ഇൻക്രീസിങ് ആയിട്ട് കഴിഞ്ഞൊരു 2 ഇൻടേക്സ് ഞാൻ നോക്കുന്ന സമയത്തേക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ജർമ്മൻ IELTS റിക്വയർമെൻറ്റ് C1 ലെവൽ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ആദ്യം IELTS ബാൻഡ്സ് എങ്ങനെയാണെന്നൊന്ന് ലേമൻ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ IELTS ബാൻഡ് ഇപ്പം B2 CFR ലെവൽ B2 എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് 5.5 to 6.5. ഈ ബാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല, ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ലാംഗ്വേജ് യൂസിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. എഴുതാണെങ്കിലും കുറേ ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്, പറയുകയാണെങ്കിലും ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പം 6.5 ഒക്കെ ആകുമ്പോഴേക്കും ആ ഗ്രാമർ മിസ്റ്റേക്സിൻ്റെ എണ്ണം കുറഞ്ഞു. C1 എടുക്കുകയാണെങ്കിൽ CFR C1 എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് 7 to 8, 7.5, 8. അപ്പം ഈ ഒരു ബാൻഡ് കിട്ടുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ലാംഗ്വേജ് അറിയാം, അവർക്ക് അധികം മിസ്റ്റേക്സ് ഇല്ലാതെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ അറിയാം. പിന്നെ C2 ദാറ്റ് ഈസ് 8.5, 9 എന്ന് പറഞ്ഞാൽ അവരൊരു എക്സ്പേർട്ട് ലെവൽ, അതായത് നേറ്റീവ് സ്പീക്കറിന്റെ ഫ്ലുവൻസി ആയി. അതെ, നേറ്റീവ് സ്പീക്കറിന്റെ പ്രൊഫഷൻസിയിൽ തന്നെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്.